എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 12th ചാപ്റ്ററായ സ്പെറിക്കൽ മിറേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എ കോൺകേവ് മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോൺകേവ് മിററാണ്, ഫോക്കൽ ലെങ്ത് എഫ് ആണ് തന്നിരിക്കുന്നത്, 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, ആറാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ ഇക്വേഷൻ ഏതാണ്? റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും റിലേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എന്താണ്? ആർ ഈസ് ഈക്വൽ ടു 2F എന്ന് കണ്ടില്ലായിരുന്നോ അല്ലേ. അപ്പോൾ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 × 30 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 60 സെന്റിമീറ്റർ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര കിട്ടി? 60 സെന്റിമീറ്റർ എന്ന് കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് വൺ. OA ഈസ് എ റേ ഇൻസിഡന്റ് ഒബ്ലിക്ലി ഓൺ എ കോൺകേവ് മിറർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കോൺകേവ് മിറർ ആണ്. OA എന്ന് പറഞ്ഞിരുന്നു റേ ആണ്. അതെങ്ങനെയാണ്? ഒബ്ലിക്ലി ചെരിഞ്ഞാണ് വന്ന് വീഴുന്നു കേട്ടോ. മിററിലേക്ക് ചെരിഞ്ഞു വന്ന് വീഴുന്നു. എന്താണ്? ഡ്രോ ആൻഡ് മാർക്ക് ദ പാത്ത് ഓഫ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് റേ. റൈറ്റ് ഓൺ വാട്ട് ബേസിസ് യു മാർക്ക് ലൈക്ക് ദിസ്. അതായത് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിലാണത് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ കുറച്ച് റൂൾസുകൾ പഠിച്ചായിരുന്നില്ലേ. ഇപ്പം പാരലായിട്ട് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പാരലായിട്ട് നേരെ വന്ന് വീഴുവാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെങ്ങനെയാണ്? ഫോക്കസിലൂടെ കടന്നു പോകും. ഇതെങ്ങനെയാണ്? ഒബ്ലിക്കലി ആണ് വന്ന് വീഴുന്നത് ഇല്ലേ. ഒബ്ലിക്കലി ആണ് വന്ന് വീഴുന്നത്. അപ്പം ഒബ്ലിക്കലി തന്നെ നോക്കി, ഈ സെന്റർ ഓഫ് കർവേച്ചർ നിന്നും ഈ പോയിന്റിലേക്കുള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെ നോർമലായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് നോർമലാണ് കേട്ടോ. അപ്പോൾ ഒബ്ലിക്കലി വന്ന് വീഴുവാണെങ്കിൽ, റേ ഓഫ് ലൈറ്റ് കോൺകേവ് മിററിലേക്ക് ഒബ്ലിക്കലി വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, ഇതേ ആംഗിളിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് പഠിച്ചായിരുന്നു. നമ്മൾ പഠിച്ച റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പോളിലേക്ക് വന്ന് വീഴുന്നു എന്നൊരു കേസാണ് കണ്ടത്. എങ്ങനെ പോളിലേക്ക് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ആംഗിളിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പോൾ എന്നുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മിററിലെ ഒരു പോയിന്റിലേക്ക് വന്ന് വീഴുക ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെരിഞ്ഞ് വന്ന് വീഴുവാണെങ്കിൽ, ഒബ്ലിക്കലി ആയിട്ട് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതെങ്ങനെയായിരിക്കും? ഇതേ ഈ ആംഗിൾ ഉണ്ടല്ലോ, അതേ സെയിം കേട്ടോ, അതേ കറക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേ സെയിം ആംഗിളിലായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം റേ ഓഫ് ലൈറ്റിന്റെ പാത്ത് ഇങ്ങനെയായിട്ട് വരും. അപ്പം ഇതെന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണല്ലേ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ. ആ ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ ബേസിലാണ് അത് പോകുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റേ കടന്നു പോകുന്നുണ്ടോ? അതേ ഇവിടുത്തെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ ആംഗിളിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിഫ്ലക്റ്റർ റേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയേ, ഇൻ മിറേഴ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ദ സെയിം. നമ്മൾ പഠിച്ചതല്ലേ മിറേഴ്സിന്റെ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എങ്ങനെയാണ്? സെയിം ആണ്. The normal to the point of incidence is passed through the center of curvature അല്ലേ. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നുള്ള ഇതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് പാസ് ചെയ്യുന്നത്. നോർമൽ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെയാണ്. അപ്പം ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദ നോർമൽ ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പം റിഫ്ലക്റ്റർ റേയും ഇല്ലേ. അപ്പം ഇതാണ് നോർമൽ എന്ന് നമ്മൾ പറഞ്ഞു. റിഫ്ലക്റ്റർ റേയും നോർമലും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും ഏതാണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം ഏതാണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇല്ല. ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ബേസിലാണ് നമ്മളിത് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് വൺ ആണ്. റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഇമേജസ് വിത്ത് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. താഴെ കൊടുത്തിരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് അവിടെ ഏത് തരത്തിലുള്ള ദർപ്പണങ്ങളാണ് ഉപയോഗിക്കുന്നത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യമേ റിയൽ സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. റിയൽ ഇമേജ് യഥാർത്ഥമാണ്, വസ്തുവിനേക്കാളും ചെറുതായിരിക്കണം. യഥാർത്ഥം റിയൽ ആയിട്ടുള്ള ഇമേജും വസ്തുവിനേക്കാളും ചെറുതായിട്ടുള്ള ഇമേജും കിട്ടുന്ന ഏത് മിററാണ്? കോൺകേവ് മിററാണ് അല്ലേ. കോൺകേവ് മിററിന്റെ കേസിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കാനുണ്ട്. റിയൽ ഇമേജ് കിട്ടുന്നുണ്ട് സ്മോളർ വരുന്ന സിറ്റുവേഷൻ ഏതാ? ബിയോണ്ട് സി. ഓർക്കണം കേട്ടോ. ഓർത്തോണം, ബിയോണ്ട് സി. ഒബ്ജക്റ്റ് ബിയോണ്ട് സിയിൽ ഇരിക്കുമ്പോൾ കേട്ടോ.
ഒബ്ജക്റ്റ് ബിയോണ്ട് സിയിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്മോളർ കിട്ടത്തുള്ളൂ. റിയൽ ഇമേജ് കിട്ടും ബാക്കി എല്ലാ സിറ്റുവേഷനിലും, പക്ഷേ ബാക്കി സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇമേജിൻ്റെ സൈസ് കൂടുതലായിരിക്കും ഇല്ലേ. പിന്നെ വെർച്വൽ ഇമേജ് കിട്ടുന്ന സിറ്റുവേഷൻ ഓർമ്മയുണ്ട്, പോളിനും ഫോക്കസിനും ഇടയിലാകുമ്പോൾ വെർച്വൽ ഇമേജ് കിട്ടുന്നത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്താണ് ബിയോണ്ട് ഒബ്ജക്റ്റ് ബിയോണ്ട് സിയിലിരിക്കുമ്പോഴാണ് സ്മോളർ ഇമേജ് കൂടെ കിട്ടുന്നത്. ഇനി അടുത്തത് വെർച്വൽ സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. വെർച്വൽ ഇമേജ് കിട്ടുന്നുണ്ട്, മിഥ്യയായിട്ടുള്ള ഇമേജും കിട്ടുന്നുണ്ട്, വസ്തുവിനേക്കാളും ചെറുതുമായിരിക്കും. അത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ, കോൺവെക്സ് മിററിന്റെ കേസിൽ അല്ലേ. കോൺവെക്സ് മിററിന്റെ കേസിലാണ് നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടുന്നത്, ഓൾവേസ് വെർച്വൽ ഇമേജ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിനേക്കാളും ചെറുതും ആയിരിക്കും. ഇനി റിയൽ ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. റിയൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏതാണ്, കോൺകേവ് മിറർ ആണ് അല്ലേ. കോൺകേവ് മിററിന്റെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും റിയൽ ആണ് ഇമേജ് കിട്ടുന്നു, ഒരൊറ്റ സിറ്റുവേഷൻ മാത്രമുള്ള വെർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ് സി അല്ലേ. സി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നവരും എഫ് അല്ലേ, എഫിലൊക്കെ വെച്ച് കഴിയുമ്പോൾ സിയിലിരിക്കുമ്പോൾ എന്താണ് സെയിം സൈസ് ആണ് കിട്ടുന്നത്. സി കഴിഞ്ഞിട്ട് ഇല്ല, സി കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ എഫിനും ഒക്കെ ഇടയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ലാർജർ ഇമേജ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി അടുത്തത് വെർച്വൽ ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. വെർച്വൽ ഇമേജ് കിട്ടുന്നുണ്ട്, വെർച്വൽ ഇമേജ് കോൺവെക്സിന് മാത്രമല്ല കോൺകേവിനുണ്ട്. വേറെ സിറ്റുവേഷൻ കൊണ്ട് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനേക്കാളും വലുതാവുന്നുണ്ട്. നമ്മൾ കോൺവെക്സ് മിററിന്റെ കേസിൽ ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണെന്നാണ് പറഞ്ഞത്, അവിടെ വെർച്വൽ ഇമേജ് ആണ്. പക്ഷേ വെർച്വൽ ഇമേജുമാണ് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ് വരുമ്പോൾ ഏതാണ്, ഒരൊറ്റ സിറ്റുവേഷൻ അല്ലേ. കോൺകേവ് മിററിന്റെ കേസിലാണ് വരുന്നത്. അതേത് സിറ്റുവേഷനിലാണ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എവിടേക്ക് ഇരിക്കുമ്പോഴാണ്, എഫിനും പോളിനും ഇല്ലേ, എഫിനും പോളിനും ഇടയിലിരിക്കുമ്പോഴാണ് നമുക്ക് കോൺകേവ് മിററിൽ ഒബ്ജക്റ്റിനേക്കാളും ലാർജർ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇതാ ഇവിടെ ഒബ്സർവ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ ആണ്, ഏത് മിററാണിത്, കോൺകേവ് മിറർ ആണല്ലേ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി, ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, OB ഇല്ലേ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. OB ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ദെൻ ഇമേജ് IM ഉണ്ട്, ഒബ്ജക്റ്റിന്റെ സൈസ് ഒക്കെ തന്നിട്ടുണ്ട്, ഹൈറ്റ് 3 ആണ്, ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സിക്കും എഫിനും ഇടയിലാണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാമേ ക്വസ്റ്റ്യൻ. ഇത് ഒബ്ജക്റ്റ് ഷോൺ ഇൻ ദ പിക്ചർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓഫ് 6 centimeter height at the same position. What will be the height of the image? അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ സിക്കും എഫിനും ഇടയിൽ തന്നെയാണ്, അതിന്റെ ഹൈറ്റ് 3 centimeter. ഇതേ പൊസിഷനിൽ തന്നെ ഒരു 6 centimeter ഹൈറ്റിൽ ഇമേജ് വെക്കുവാന്ന, ഒബ്ജക്റ്റ് വെക്കുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമുക്ക് HO എന്ന് റെപ്രസെന്റ് ചെയ്യാം. എത്രയാണ്, 3 centimeter ആണ്. ഇമേജിന്റെ ഹൈറ്റ് HI ആണ്, 6 centimeter ആണ് ഇല്ലേ. ഇനി ഒബ്ജക്റ്റിന്റെ സൈസ് മാറുമ്പോൾ ഉള്ള ഇമേജിന്റെ സൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാമല്ലോ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താണ്, M is equal to height of the image, ratio of the height of the image to the height of the object ആണ്. അപ്പൊ എത്ര കിട്ടും, ഇമേജിന്റെ ഹൈറ്റ് 6 ആണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 ആണ്. ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലുള്ള എന്താണ് പോസിറ്റീവ്, താഴെയുള്ള നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതാ നോക്കിയാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്, പക്ഷേ ഇമേജിന്റെ ഹൈറ്റ് ഏതാണ്, നെഗറ്റീവ് വാല്യൂ വരും ഇല്ലേ. അപ്പൊ ഇതാ നോക്കുക, ഇവിടെ മൈനസ് വാല്യൂ കൂടെ വരും കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എഴുതാവുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ ആൻസർ എത്ര വരും, -2 എന്ന് കിട്ടും. മാഗ്നിഫിക്കേഷൻ എത്രയാണ്, -2 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തായാലും മാഗ്നിഫിക്കേഷൻ -2 കിട്ടും. ഇനി നമ്മൾ ഒബ്ജക്റ്റിന്റെ സൈസ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ, ഹൈറ്റ് മാറ്റുവാണെങ്കിൽ ഇമേജ് എങ്ങനെയാവുമെന്നാണ് ചോദിച്ചത്. അപ്പം പുതിയ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, HO അല്ലേ, HO പുതിയൊരു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയാണ്, 6 centimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം എന്താണ്, ആ സിറ്റുവേഷനിലെ ഇമേജിന്റെ ഹൈറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം സെയിം ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ അനുസരിച്ച് തന്നെ ചെയ്യാം. HI/HO ആണ്, നമുക്കിവിടെ HI ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതാം, M × HO എന്ന് എഴുതാം അല്ലേ. മാഗ്നിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി, 2 ആണ്. HO എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ്, 6 ആണ്. അപ്പൊ എത്ര വരും, 12 -12 അല്ലേ, -12 centimeter എന്ന് വരും. അതായത് ഹൈറ്റ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 6 centimeter ആകുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ്, -12 centimeter ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് A പാർട്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതണം. നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അത് എഴുതിയിരിക്കണം കേട്ടോ, മറന്നു പോകാതെ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായിട്ടുള്ളത് പോസിറ്റീവും താഴെട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബി പാർട്ട് എന്താണ് ചോദിച്ചിരുന്നത്, ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ മിറർ വാസ് 30 centimeter ആൻഡ് ആൻ ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്ട് വാസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ?
ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ മിറർ വാസ് 30 സെന്റിമീറ്റർ. ഈ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമേജ് എങ്ങനെയാണ്? സെയിം സൈസ്, ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലാണ് ഇമേജ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആവുന്ന സിറ്റുവേഷൻ എവിടെയാണ്? ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോഴാണ്? ഒബ്ജക്റ്റ് സിയിലിരിക്കുമ്പോൾ ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇമേജ് ഈസ് സെയിം സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇഫ് ദ ഇമേജ് ഈസ് സെയിം സൈസ് മനസ്സിലാക്കുക കേട്ടോ. ഇഫ് ദ ഇമേജ് ഈസ് സെയിം സൈസ് എപ്പോഴാണ്? വെൻ ഒബ്ജക്റ്റ് എപ്പോഴേക്കും വെൻ ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് സിയിലായിരിക്കുമ്പോഴാണ് അല്ലേ? അതായത് സി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ ഇല്ല, ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോഴാണ് സെയിം സൈസിലുള്ള ഇമേജ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലാവുന്നല്ല പറഞ്ഞ് നമുക്ക് ഫോക്കൽ എന്താ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ സി എന്ന് പറഞ്ഞിരിക്കുന്നത് സിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മിററിൽ നിന്നും ആ ഒബ്ജക്റ്റിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോളിൽ നിന്നും സി എന്ന് വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചർ അല്ലേ? അത് ശരിക്കും എന്ത് തന്നെയാണ്? എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? ആറല്ലേ തന്നിരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമേജ് സെയിം സൈസും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമേജ് സെയിം സൈസിലാവുമ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റ്? എവിടെയായിരിക്കും? സെന്റർ ഓഫ് കർവേച്ചറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഈ മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 30 സെന്റിമീറ്റർ. ആ സെന്റർ ഓഫ് കർവേച്ചർ ടു പോൾ എന്ന് പറയുമ്പം അല്ലെങ്കിൽ മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നെയാണ്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ഫോക്കൽ ലെന്തെല്ലാം കണ്ടുപിടിക്കണ്ടേ അല്ലേ? ഫോക്കൽ ലെന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം R ഈസ് ഈക്വൽ ടു 2F ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് F കണ്ടുപിടിക്കാമല്ലോ. F ഈസ് ഈക്വൽ ടു R/2 ഇല്ലേ? R എത്രയാണ്? 30 ആണ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഫോക്കൽ ലെന്ത് എത്രയാണ്? 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ? ആലോചിച്ച് വായിച്ച് നോക്കിയേച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒരു 5th വൺ ആണ്. ലെറ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, വേറെ ഞാൻ എക്സ്ട്രാ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. റിയൽ ഇമേജസ് ആർ ദോസ് ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. റിയൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിൽ കിട്ടുന്നവയാണ് റിയൽ ഇമേജസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? വെർച്വൽ ഇമേജസ് ആർ ഓൾസോ ദോസ് ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ ദ സ്ക്രീൻ. വെർച്വൽ ഇമേജ് അല്ലേ? വെർച്വൽ ഇമേജ് സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അത് ശരിയാണോ? അത് റോങ് ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 അവിടെ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ? അല്ല അല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. അപ്പം ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ബി ആണ് കേട്ടോ. ഇവിടുത്തെ ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ളതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Dentist uses a specific type of spherical mirror. Name the mirror. Dentist ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ ആണല്ലേ? നമുക്കറിയാം. ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് എന്താണ് ഇറക്റ്റ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്. ഇതവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വൈ ഈസ് ദിസ് മിറർ പ്രിഫേർഡ് ബൈ ഡെന്റിസ്റ്റ്? റീസൺ എന്താണ്? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്, വലിയ ഇമേജ് കിട്ടുന്നുണ്ട്, നിവർന്ന ഇമേജ് കിട്ടുന്നുണ്ട്, വെർച്വൽ ഇമേജും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ റീസൺ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺകേവ് മിറർ ആണ്. എന്തുകൊണ്ടാണ് റീസൺ ചോദിച്ചിട്ടുണ്ട്. ദ ഇറ്റ് ഫോംസ് എ മാഗ്നിഫൈഡ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ഓഫ് ദ ടൂത്ത് വെൻ ഹെൽഡ് ക്ലോസ് അലൗവിങ് ദ ഡെന്റിസ്റ്റ് ടു സീസ് ഡീറ്റെയിൽസ് ക്ലിയർലി. അപ്പം ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ഒക്കെ കാണാൻ വേണ്ടി അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഡെന്റിസ്റ്റ് ഇത്തരത്തിലുള്ള മിററുകൾ ഉപയോഗിക്കാൻ കാരണം, അതായത് കോൺകേവ് മിറർ ഉപയോഗിക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫിഗർ ആണ് കേട്ടോ. അതിങ്ങനെ മിക്കവാറും ചോദിക്കാറുണ്ട്. ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അത് ഇവിടെ എങ്ങനെയാണ്? ബിയോണ്ട് സി ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം ഒന്നിങ്ങനെയാണ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാ ഇതിലും വഴി ഇങ്ങനെ കടന്നു പോകും ഇല്ലേ? സ്കെയിൽ വെച്ച് ക്ലിയർ ആയിട്ട് വരയ്ക്കുക കേട്ടോ. മറ്റൊരു റേ എങ്ങനെയാണ് കടന്നു പോകുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും ഇല്ലേ? നമുക്ക് അങ്ങനെ വരയ്ക്കാം. മറ്റൊരു റേ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ ഇതാണ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. ദെൻ ജോയിൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് ഇല്ലേ? അതായത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കുക. ഇനി അടുത്ത തന്നെ സിക്കും എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു റേ ഇങ്ങോട്ട് പോകും, ദെൻ ഫോക്കസ് സി കൂടെ കടന്നു പോകും. ദെൻ ഒരെണ്ണം എങ്ങനെയാണ്? ഇത് സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ തന്നെ ഒരെണ്ണം കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ തന്നെ നേരെ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചോണ്ട് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതാണ്.
അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ എന്താണ്, കൃത്യമായിട്ട് നീട്ടി വരച്ച് കഴിയുമ്പോൾ എന്താണ്, ഒരു പോയിന്റിൽ അത് ജോയിൻ ചെയ്യും കേട്ടോ. ഇവിടെയായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ഇവിടെയായിട്ടായിരിക്കും നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത്, ഇമേജ് ഉണ്ടാകുന്നു കേട്ടോ. കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഞാനിപ്പോൾ റഫായിട്ട് വരച്ചതാണ്, സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുക കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് കറക്റ്റ് രീതി വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കഴിയുമ്പോൾ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിത് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും കേട്ടോ എക്സാമിനൊക്കെ. Then 8th question, find and correct the error in the statement. ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, അതിന്റെ എറർ കണ്ടുപിടിച്ച് വെച്ച് അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, when calculating magnification, measurements below the principal axis should be considered positive. അതായത് മാഗ്നിഫിക്കേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് അല്ലേ താഴെയുള്ളത് എങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണല്ലേ? അത് എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയുള്ളത് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയേ ആൻസർ കേട്ടോ. എറർ എന്താണ്? പോസിറ്റീവ് എന്നുള്ളതാണ് എറർ. പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ്. അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതണം കേട്ടോ. മെഷർമെന്റ്സ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ആൻസർ എഴുതിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ കേട്ടോ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആണ് തന്നിരിക്കുന്നത്. 30 തന്നിട്ടുണ്ട്. നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നല്ലേ? അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആവുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇവിടെ 40 തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? 40 തന്നെ ആയിരിക്കും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? 50 തന്നെയാണ് വരുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെന്ത് 0.6 മീറ്റർ. ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം ഇല്ലേ? ഇക്വേഷൻ നമുക്കറിയാം, R ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 2F എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 2 ഇൻറ്റു എഫ് എത്രയാണ്? 0.6 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും ആൻസർ? 1.2 മീറ്റർ വരും കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.2 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. റിവർവ്യൂ മിറർ ആയിട്ട് ഏത് മിറർ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്ത കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്താത്തത്. എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഒക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.